ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. പാണ്ടിക്കാട്ടെ യുവ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ ജില്ലയ്ക്ക് പുറത്തുള്ള ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല പഞ്ചായത്തിലും തലച്ചിറ, ചിരട്ടക്കോണം, പള്ളിവക മലയിലുമാണ് പാണ്ടിക്കാട് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. ഷമീറിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും അന്വേഷണ സംഘം കണ്ടെടുത്തു. പാണ്ടിക്കാട്ടെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. പ്രതികളായ ഷമീർ, ഷംസീർ, മുഹമ്മദ് നായിഫ് എന്നിവരെയാണ് കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല പഞ്ചായത്തിലെ തലച്ചിറ പുലത്തകൾ കോളനി റോഡിലുള്ള വീട്ടിലും തലച്ചിറ, ചിരട്ടക്കോണം, പള്ളിവക മലയിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഷമീറിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും പോലീസ് സംഘം കണ്ടെടുത്തു. പാണ്ടിക്കാട് സിഐ പ്രകാശൻ, ASI ഉണ്ണികൃഷ്ണൻ, ശശികുമാർ, അജയൻ, അനൂപ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പാണ്ടിക്കാട് ടൌണിൽ നിന്ന് വിന്നേഴ്സ് ഗ്രൌണ്ട് റോഡിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ 2 കാറുകളിലായി എത്തിയ സംഘമാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ UAE വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിച്ച് സുഹൃത്തുക്കളെയും ഭാര്യയെയും വിളിച്ച് 1.5 കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടു. അതിനിടെ പ്രതികൾ വാടകയ്ക്കെടുത്ത വാഹനത്തിന്റെ ഉടമകളെ പോലീസ് ചോദ്യം ചെയ്യുകയും ഷമീറും പ്രതികളും കൊല്ലം ജില്ലയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഷമീറിനെയും കൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരുവിക്കോണത്ത് പോലീസ് കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉൾപ്പെട്ട ചാവക്കാട് സ്വദേശി പണിക്കവീട്ടിൽ ഹംഷീറിനെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വിരോധമായാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം.